ശ്രീ വി ആർ അനൂപ്, എനിക്ക് തോന്നുന്നു ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒരു അഭിപ്രായ രൂപീകരണം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കുകയും എതിരാളികളെ കണക്കറ്റ് വിമർശിക്കുകയും അവർക്കെതിരായിട്ടുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടി നീക്കങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമാകുന്ന തരത്തിൽ അത് ഒരു തരത്തിലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പോലെ നടപ്പാക്കാൻ കഴിയുമെന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് പരീക്ഷിക്കപ്പെട്ട് വിജയിച്ച ഒന്നാണ്. അതിനുശേഷമാണ് സമൂഹ മാധ്യമങ്ങളിലെ ഈ രാഷ്ട്രീയ സ്വഭാവവും സാമൂഹിക പ്രസക്തിയുമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് വലിയൊരു ട്രെൻഡിംഗ് ആയി മാറുകയും യുവാക്കളൊക്കെ തന്നെ അതിലേക്ക് ആകൃഷ്ടരാവുകയും ചെയ്തത്. യുവാക്കൾ സമൂഹ മാധ്യമങ്ങൾ നോക്കിയിരുന്നാൽ പോരാ, സമൂഹ മാധ്യമങ്ങളിലെ ഇടത് സ്വഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പല ഗ്രൂപ്പുകളുടെയും അഡ്മിനുകൾ അവരിൽ നിന്ന് ഈ ഗ്രൂപ്പുകൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതാണ് CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം എന്നൊരു വിലയിരുത്തൽ MP ജയരാജൻ നടത്തുകയാണ്. താങ്കൾ ആ വിലയിരുത്തലിനോട് യോജിക്കുമോ? MP ജയരാജനെ പോലെ ഒരു CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിലൊരാൾ, പ്രത്യേകിച്ചും അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. CPM-നെ സംബന്ധിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നതിൻ്റെ വലിപ്പം ഏതാണ്ട് സംസ്ഥാന സെക്രട്ടറിക്ക് തൊട്ട് താഴെയാണ് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് നമുക്കറിയാം. അതിൻ്റെ വലിപ്പം കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടി ജില്ലാ ഘടകങ്ങളിൽ ഒന്ന്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ പൊട്ടിത്തെറി സ്വാഭാവികമല്ല എന്ന് നമുക്കറിയാം. സ്വാഭാവികതകളില്ല. കാരണം കണ്ണൂരിൽ CPM-ന് അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു വൻ പരാജയം, RSSൻ്റെ BJPയുടെ വോട്ടുകളിലുണ്ടായ വലിയ വളർച്ച. സാധാരണഗതിയിൽ ഇത്തരം വലിയ പരാജയങ്ങൾ വരുമ്പോൾ CPM പറയാറ്, പ്രചരിപ്പിക്കാറ് BJP വോട്ട് മറച്ചു എന്നാണ്. പക്ഷെ കണ്ണൂരിനെ സംബന്ധിച്ച് അതുപോലും പറയാൻ സാധ്യമല്ല. കാരണം BJPയുടെ വോട്ട് ചരിത്രത്തിൽ ആദ്യമായി വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥി K. സുധാകരനെ പോലെ കേരളത്തിൽ KPCCയുടെ പ്രസിഡന്റ് 1 ലക്ഷത്തിൻ്റെ മാർജിനിൽ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് CPM-ന്റെ സഹായിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഇടത് സൈബർ പേജുകൾ വിലക്കെടുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. കാര്യങ്ങൾ അത്ര ലളിതമാണ് എന്ന് വിശ്വസിക്കാൻ തരമില്ല. ഇവിടെ CPM-ന്റെ അല്ലെങ്കിൽ CPM-നെ സഹായിക്കുന്ന പ്രകടമായി ഇടത് എന്ന് തോന്നുന്ന പേജുകൾ മാത്രമാണോ വിലക്കെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? CPM തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ LDF-ന്റെ കൺവീനർ EP ജയരാജൻ തന്നെ പറഞ്ഞ ഇലക്ഷൻ കാലത്ത് പറഞ്ഞത് എന്താ? ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് തിരുവനന്തപുരത്തെയും തൃശ്ശൂരിലെയും സ്ഥാനാർത്ഥികളാണ്. അത് CPM അണികളിൽ, CPM അനുഭാവികളിൽ, CPM-ന് സ്ഥിരമായി വോട്ട് ചെയ്തവരിലുണ്ടായ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നിസ്സാരമാണോ? സത്യത്തിൽ CPM-ൻ്റേത് ഒരു രാഷ്ട്രീയ പരാജയമാണ്. അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. അത് സോഷ്യൽ മീഡിയയിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും പേജിനെ പോരാളി ഷാജിയെ ചാരി രക്ഷപ്പെടാൻ ജയരാജനല്ല ആര് ശ്രമിച്ചാലും അത് വിലപ്പോവില്ല. ഇവിടെ വിലക്കെടുക്കപ്പെട്ടത് പോരാളി ഷാജി മാത്രമല്ല, EP ജയരാജനും പിണറായി വിജയനും ഉൾപ്പെടുന്ന CPM-ന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. അത് പറയാനുള്ള ധൈര്യം, അത് പറയാനുള്ള ചങ്കൂറ്റം ജയരാജൻ ഉണ്ടോ എന്നാണ് വളരെ പ്രസക്തമായ ചോദ്യം. അല്ല, ശ്രീ വി ആർ അനൂപ്, ഈ ജയരാജൻ പറഞ്ഞ കാര്യം അതിന്റെ സാങ്കേതിക അർത്ഥത്തിൽ കൂടി പരിശോധിക്കപ്പെടേണ്ട ഒന്നാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതായത് ഇത്തരം അഡ്മിനുകൾ വിലക്കെടുക്കപ്പെടുന്നു, എന്നിട്ട് അവിടെ ആർക്ക് വേണ്ടിയാണോ അവർ പോരാളികളായി മാറിയത് അവർക്കെതിരായിട്ടുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു, അങ്ങനെ നിരന്തരം ഇത് മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന യുവാക്കൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു, അങ്ങനെ ഈ ഇടതുപക്ഷത്തേക്ക് വരേണ്ട വോട്ടുകൾ ചിതറി മാറിപ്പോകുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ഇപ്പം നമുക്കറിയാം MP ജയരാജൻ ഒരു സമയത്ത് വാർത്തയിൽ ഇടം പിടിച്ചത് അദ്ദേഹം തന്നെ പല ക്യാപ്സ്യൂളുകൾ നൽകിയതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ചില ഗ്രൂപ്പുകളിലിട്ട് ശബ്ദ സന്ദേശമൊക്കെ പുറത്തു വന്നതിനെ തുടർന്നാണ്. അതായത് നമ്മൾ എന്ത് നിലപാടെടുക്കണം, അത് നിരന്തരം അത് പുഷ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ. എനിക്ക് തോന്നുന്നു അത് CPM-നെ മാത്രം സംബന്ധിക്കുന്ന പ്രശ്നമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക പ്രസ്ഥാനങ്ങളും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഒബ്ജക്റ്റീവ്സിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫോഴ്സായി അതിനെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ ആരാണോ അവരെ വളർത്തിയത് അവർ തന്നെ ഇപ്പോൾ തിരിച്ചടിക്ക് കാരണമായി എന്ന് വിലയിരുത്തുകയാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. അല്ല, അത് താങ്കൾ ചോദിക്കുന്ന ചോദ്യം വളരെ സ്ട്രൈറ്റ് ആണ്. അത്തരമൊരു നിലപാട് പോരാളി ഷാജി സ്വീകരിച്ചാൽ
ദുർബലമാകുന്നതാണോ CPM-ന്റെ രാഷ്ട്രീയ ബോധം, ശരാശരി CPM കേഡറുടെ രാഷ്ട്രീയ വിവേകം എന്നാണ് ചോദിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് പോരാളി ഷാജി മാത്രമല്ലല്ലോ, ഔദ്യോഗികമായ എത്രയോ സംവിധാനങ്ങളുണ്ട്. CPM-ന്റെ സൈബർ കമ്മ്യൂണുകളുണ്ട്. സ്വരാജിനെ പോലുള്ളവർ നടത്തുന്ന മാധ്യമ വിശകലനങ്ങളുണ്ട്. അതൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു പോരാളി ഷാജി അങ്ങ് തീരുമാനിച്ചാൽ ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്നത്ര ദുർബലമാണോ CPM-ന്റെ രാഷ്ട്രീയം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയമായ പ്രതിസന്ധിയാണ്. അത് CPM നേതൃത്വത്തിന് പ്രശ്നമാണ്. പിണറായി വിജയനാണ് അല്ലെങ്കിൽ EP ജയരാജനാണ് ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി എന്ന് MV ജയരാജന് പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്തോ പറയണമെന്നുണ്ട്. ഇതിൻ്റെ യഥാർത്ഥമായി CPM എളുപ്പവഴിയിൽ കണക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. CPM രാഷ്ട്രീയ സത്യസന്ധതയുടെ കണികയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ CPM സ്വയം പരിശോധിക്കാൻ തയ്യാറാകണം. ഇവിടെ BJPക്ക് അനുകൂലമായി ഗെയിം പ്ലാൻ സെറ്റ് ചെയ്തത്, ഇവിടെ EP ജയരാജൻ എന്ന് പറയുന്ന LDF കൺവീനർ ഇലക്ഷൻ ദിവസം പോലും നടത്തിയ പ്രസ്താവനകൾ, അതുണ്ടാക്കിയ അനുരണനങ്ങൾ, തൃശ്ശൂരിലെ മേയർ തന്നെ സുരേഷ് ഗോപിയെ സന്ദർശിക്കുന്നു, അതിനൊക്കെ രാഷ്ട്രീയമായി തള്ളിപ്പറയാൻ MV ജയരാജനെ പോലെ ഒരു കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന CPM-ന്റെ ഏറ്റവും കരുത്തനായ നേതാവിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വസ്തുത. ഇവിടെ P ജയരാജനെതിരെ ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ ആളുകൾക്ക് പിണറായി വിജയന്റെ ആരാധക വൃന്ദത്തിനെതിരെ നടപടി എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ആളും തരവും നോക്കിയാണ് CPM-നകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു കുടുംബത്തിന് വേണ്ടിയാണ് പാർട്ടി എന്ന് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കണ്ണൂർ സഖാക്കന്മാർക്ക് കഴിയുമോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതാണ് ഈ പ്രശ്നത്തിന്റെ രത്ന ചുരുക്കം. ശരി, ഞാൻ വരാം.